അതിൻ്റെ ഇടയ്ക്ക് ഹലോ, എഴുന്നേക്കുന്നില്ലയോ? ടൂറിൻ്റെ ക്ഷീണം കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് നീക്കടാ, വീഴും. ഇന്ന് ഞാനിന്ന് അവധി എടുത്തേക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹൗസ് ഓണർ വരും. അവിടെ ചെന്ന് എഗ്രിമെൻ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലീനിങ്, ആ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളിതെല്ലാം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയൊക്കെ വേണം. നാളെ രാവിലെ വണ്ടി പറഞ്ഞിട്ടുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം റെഡിയാക്കി വെച്ച് അവർക്ക് വന്ന് എളുപ്പം എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പം കൊച്ചോളും മാമിയൊക്കെ വരും. പിന്നെ രാവിലെ കഴിക്കാൻ പുട്ട്, പഴം മേടിച്ചുകൊണ്ട് വന്നു. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ. പിന്നെ അവരെല്ലാം വരുന്നുണ്ട്. ഇച്ചിരി ചോറ് ഉച്ചയ്ക്ക് കഴിക്കണമെന്നുണ്ട്. അതിന് ഞാൻ അരി അങ്ങോട്ട് ഇടാൻ വെള്ളം വെച്ചതാട്ടോ. പിന്നെന്താണ് പ്രിയങ്ങളെ, ഞാൻ നമ്മുടെ ഈ ഒരു 2-3 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് ചിലപ്പം വീഡിയോ ഒന്നും അത്ര കണ്ടിന്യൂ ആയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ പ്രിയങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാൻ ചെറുതായിട്ടൊക്കെ എടുത്ത് നമ്മളെല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ അറിയാമല്ലോ, നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അങ്ങോട്ട് ചെന്ന് പുതിയൊരിടത്തേക്ക് എത്തപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ തിരക്കുകളിൽ എന്തെങ്കിലും ഒക്കെ വിട്ടു പോകുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട്. എനിക്കത് മതി. ഒരുപാട് സ്നേഹത്തോടെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എത്ര സ്നേഹവും നന്ദിയും പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് ചേർത്ത് വെക്കുന്നു. നിങ്ങൾക്കതിൻ്റെ നന്മ ഉണ്ടാവും കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനൊക്കെ. പിന്നെ മോനിക്കുട്ടൻ ഇന്നലെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പം 11 മണിയോളമായി. പിന്നെ വന്ന് കുളിച്ച് കിടന്നതാണ്. ക്ഷീണം. വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിച്ചു. അതേന്ന് മാത്രം പറഞ്ഞു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുട്ടൊക്കെ റെഡിയായി. ചായയൊക്കെ ഇട്ടു. പഴം അധികം പഴുത്തില്ല പ്രിയങ്ങളെ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി മീൻ കറി കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു. മീൻ കറി എന്ന് വെച്ചാൽ വലിയ ചാറ് മാത്രമേ ഉള്ളൂ. ഇന്നലെ അമ്മ തന്ന മീൻ കറി കേട്ടോ. അവർ രണ്ടും കഴിക്കുന്നു. കഴിക്കാം. കൊണ്ടുപോയാലും കാര്യമൊന്നുമില്ല. വിളിക്കണം. രാവിലെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനും മുത്തും കൂടെ നമ്മൾ വീട് അടുത്തടുത്ത് വരെ പോവാട്ടോ. അവിടെ അദ്ദേഹം വന്നിട്ടുണ്ട്, ഹൗസ് ഓണറെ. അപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് ഒക്കെ എഴുതണം. പത്രമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേരെ നമ്മളവിടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ വീടിനകത്ത് കുറേ ഫർണിച്ചറുകളുണ്ട്. അതുൾപ്പെടെയാണ് അവിടെ റെൻറ്റിന് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് കൊള്ളിക്കണം. അതുകൊണ്ട് അതെല്ലാം അവിടുത്തെ തന്നെ 2 റൂമിലോട്ടാക്കിയിട്ട് വേണം ഇതെല്ലാം കൊണ്ടിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മാമിയും കൊച്ചോളും കൂടെ കുറേ സാധനങ്ങളൊക്കെ പെറുക്കിയൊക്കെ വെച്ചു. പിന്നെ ഉച്ചക്കലത്തേക്ക് ഞാൻ ഇച്ചിരി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയും മോരും ഒക്കെ ഉണ്ടായിരുന്നു. അതും കൂട്ടി കഴിച്ചേ. ചോറുണ്ണാൻ പോവാണ് പ്രിയങ്ങളെ. ഇച്ചിരി ചോറ് വെച്ചു. പിന്നെ മോര് കറിയും മീൻകറി അമ്മ വെച്ചു, തോരനും. ജോലി ചെയ്ത് ക്ഷീണിച്ച് എൻ്റെ കൊച്ചോള് ചോറുണ്ടു. എല്ലാം പെറുക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ങളെ. പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
5 മണിക്ക് പോകണ്ടേ? ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിയും കുക്കും കുഞ്ഞോനും ജാനിക്കുട്ടിയൊക്കെ ഇങ്ങോട്ട് വന്നതാ. കുക്കു ജോലിക്ക് പോകുന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ മാമിക്ക് വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് അവർ വൈകിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നിടത്ത് കുറേ നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കണമായിരുന്നേ. അപ്പോൾ മുത്ത് നമ്മുടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി അവർക്ക് ഊണ് മേടിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ 4 മണിയായപ്പോഴത്തേക്ക് ചായയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് കേക്കും ആ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കൂടി കഴിച്ചു. എന്തുവാടാ മുത്ത് മുത്ത് വെച്ച് ചിപ്പിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അവൾ വൈകുന്നേരം ഇങ്ങ് വന്നു. വിജയമാമൻ ഇങ്ങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാരി ഒക്കുന്ന അത്രയൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇന്ന് കിടന്നുറങ്ങണം. നമുക്ക് ചോറുണ്ണാം, നമുക്ക് ചോറുണ്ണാം. ഓരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകുവോനു സ്തുതി. അത്താഴം വിളമ്പാറായി. ഞങ്ങള് രാവിലെ തൊട്ട് ഇവിടുത്തെ സാധനങ്ങളെല്ലാം കുറേയൊക്കെ പെറുക്കി പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു, വാടക ചീട്ട് എഴുതാനും. അവിടെ കുറേ ക്ലീനിങ് ഉണ്ടായിരുന്നു, 2 പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നു. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളെല്ലാം പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചു. മാമിയും കൊച്ചുകളും മാമനും ഒക്കെ വന്നു. വൈകിട്ട് ചിപ്പിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വൈകിട്ട് അവൾ വന്നു. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ ഒന്ന് പോകണമായിരുന്നു. അവിടെ പോയി. പിന്നെ കുറേ കാർട്ടനും ചാക്കും ഒക്കെ എടുത്തിട്ട് വന്നു. സാധനങ്ങൾ പിന്നെ എടുത്ത് വെക്കാൻ വേണ്ടി അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. പിന്നെ മാമിയും ഹരിമാമനും മാമിയും കൂക്കും കുഞ്ഞുനും അവരെല്ലാവരും ഇവിടെ വന്നു. പിന്നെ ഞങ്ങളിവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഇപ്പം അത്താഴം വിളമ്പുക കേട്ടോ. അപ്പോൾ കുറേ പ്രിയപ്പെട്ടവർ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കരുത്, ഞങ്ങൾക്ക് അത്രയും വിഷമമാണ്, ചേച്ചിയുടെ വിഷമം ഞങ്ങൾക്ക് കൂട്ടിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രിയപ്പെട്ടവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഒരുപാടൊന്നും എടുക്കുന്നില്ല. എന്നാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിൽ ഇരുന്നുള്ള ലാസ്റ്റ് അത്താഴമാണ്. അപ്പോൾ നാളെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും സാധനങ്ങളെല്ലാം. പിന്നെ ബാക്കി വിശേഷങ്ങളെല്ലാം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഞാൻ ചോറ് വെച്ചു. മീനെടുത്ത് ഫ്രീസറിനകത്തുനിന്ന് എടുത്ത് അമ്മയുടെ കൊടുത്തിട്ടാണ് പോയി ഒന്ന് കറി വയ്ക്കാം. പിന്നെ അമ്മ അത് കറി വെച്ചു. മോരുകറി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കൊച്ചോളൊരു മെഴുക്കുവരട്ടി വെച്ചു. നമ്മൾ എല്ലാ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടേക്കും. നീ എന്ന് വെച്ചേ? അയ്യോ സോറി, ചിപ്പിയാ വെച്ചത്. ചതിച്ചു, കൊച്ചോളാ വെച്ചത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളതൊക്കെ കൂട്ടി അത്താഴം കഴിക്കാം. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പാചകമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ ഫുഡ് വെളിയിൽ നിന്ന് മേടിക്കാനേ പറ്റുള്ളൂ. ഇതെല്ലാം എടുത്ത് വെച്ച് ഇപ്പം തന്നെ കുറേ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് എല്ലാവരും വന്ന് ചായയൊക്കെ ഇട്ടപ്പോൾ ചായ ഒഴിക്കാൻ ഗ്ലാസ് ഇല്ല, ഒന്നും പാത്രങ്ങളും ഇല്ല, ഒന്നുമില്ല.
അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് പാത്രങ്ങളെല്ലാം എടുത്ത് ഒതുക്കി വെച്ച് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് കമൻ്റ് ഇടുന്നവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരോടും വിശേഷങ്ങൾ തിരക്കുന്നവരോടും എല്ലാം നിറയെ സ്നേഹം. പിന്നെ എല്ലാ കമൻറ്റുകൾക്കും മറുപടി തരാനും ചിലപ്പോൾ സംസാരിക്കാനും ഒക്കെ ഒരു സാവകാശവും സമയവും കിട്ടാൻ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രയാസവും ജോലിയും തിരക്കും ഒക്കെ. അപ്പോൾ അത് മനസ്സിലാക്കണം. നമ്മൾ അവിടെ ചെന്നൊന്ന് സെറ്റായിട്ട് നമ്മൾ സജീവമായിട്ട് വരും. പിന്നെ കുറേ പേര് പറഞ്ഞു, ചേച്ചി എവിടെ പോയാലും ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മതി, ഈ വീട്ടിൽ തന്നെ. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇനി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി മങ്ങിയ വീഡിയോസൊക്കെ ആയിരിക്കും അന്നേരം കേട്ടോ, വീഡിയോ ഇട്ടാൽ മതി, ഞങ്ങൾക്ക് അത് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സ്നേഹം. അപ്പോൾ ഇന്നത്തെ അത്താഴമൊക്കെ കഴിച്ച് നമ്മൾ ചാച്ചി ഉറങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. പ്രത്യേകിച്ച് വലിയ കൂട്ടാനൊന്നുമില്ല, ഉച്ചക്കലത്തേതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ കൊച്ചോടെ മെഴുക്കുവരട്ടി അവിടെ നോക്കുന്നു, എല്ലാം വാരി വലിച്ചിട്ടേക്കും, മൊത്തം വാരി വലിച്ചിട്ടേക്കും. എവിടെ കിടക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കണ്ടോ, ഇതെല്ലാം പെറുക്കി ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കണം. ഇതെല്ലാം ഇങ്ങനെ എടുത്തൊക്കെ വെച്ചേക്കും. ഇതിനകത്തോട്ട് പിന്നെ കയറുവേ വേണ്ട. കണ്ടോ, അലമാരിയൊക്കെ ഒഴിച്ച് വെച്ചേക്കുക. ഇതെല്ലാം ഇനിയും പാക്ക് ചെയ്യണം. ഇതിനകം എല്ലാം വാരി വലിച്ചിട്ടേക്കും. എവിടെ കിടക്കുമെന്ന് ഇനി എനിക്കറിയത്തില്ല. എല്ലാം പെറുക്കി ഒതുക്കിയിട്ട് എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടക്കും. എന്താ ഇന്ന് വെള്ളമൊന്നും എടുക്കാതെ ഇരുന്നേ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.